കൗതുക ലേശം കൂടുതൽ. മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരുവും തേങ്ങയരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. സംസ്ഥാനം കാലവർഷക്കെടുതിയിൽ ദുരിതം നേരിടുമ്പോൾ യൂത്ത് ലീഗ് നേതാവിന്റെ സൽക്കാര വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്തൊരു പരിപാടിയുണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. സന്ദർശനത്തിനിടെ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങളുടെ പൊന്നാനിയിലെ വീട്ടിൽ ഭക്ഷണ വിരുന്നിൽ പങ്കെടുത്തതാണ് വിവാദമായത്. ഞാനില്ലാത്തതുകൊണ്ട് എന്റെ അപ്പൻ ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ഇറച്ചി നല്ലോണം ഇട്ടെടുക്ക സലീമ, നമ്മളെ നാട്ടുകാർ വയറിറച്ചി കഴിക്കട്ടെ. ചാറിങ് ഒഴിച്ച മോളെ. കർത്താവേ, എന്നും ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്ക്. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി. ഊണ് കുറച്ച് കൂടുതലായി പോയി. നാരായണയുടെ കൈപ്പുണ്യം ചതിച്ചു. ഇനി ഒന്നും മയങ്ങണം. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിയിട്ടാവും. ദുരന്തം നടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഈ വിരുന്നുണ്ടായത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് CPIM നേതാക്കൾ രംഗത്തെത്തുന്നത്. സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരാൾ പോലും ഒന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഉച്ചയ്ക്ക് ആരാണെങ്കിലും ഭക്ഷണം കഴിക്കില്ലേ? ഏതായാലും ഒരു ഭാഗ്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാനും ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. ഒരിക്കൽ ധൂർത്തൻ ആരോപിച്ച അതേ ഹെലികോപ്റ്ററിൽ വയ്യാതെ കിടക്കുന്ന ഭാര്യാപിതാവിനെ കാണാൻ പോകുന്നതിൽ എന്താണ് തെറ്റ്? തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ ഹെലികോപ്റ്റർ ആവശ്യത്തിന് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക. നിങ്ങൾക്കുള്ള സാധനം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലാകാന്ന ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വയറി നിറയെ കഴിക്കൂ. കഴിഞ്ഞ സർക്കാരോ ഗവൺമെന്റോ മന്ത്രിമാരോ ആരും സ്വകാര്യ ആവശ്യത്തിന് ഇത് ഉപയോഗിച്ചിട്ടില്ല. അതെങ്ങനെ? ഇലക്ഷൻ വരുമ്പോ നമ്മളെ വേണം. അത് കഴിഞ്ഞാൽ ഒരുത്തന് നമ്മൾ തിരിഞ്ഞു നോക്കും. സ്വന്തം ആവശ്യത്തിനല്ല. അദ്ദേഹം പോയ സമയത്താണ് അദ്ദേഹത്തിന്റെ ഫാദറിനെ പോയി കണ്ടു. അദ്ദേഹം സീരിയസ് ആയി കിടക്കും, പോയി കണ്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ എല്ലാമല്ലേ? അദ്ദേഹത്തിന്റെ അമ്മായി അച്ഛൻ നമ്മുടെ എല്ലാമല്ലേ? എല്ലാ ദിവസവും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പ്രോട്ടോകോൾ പുറത്തിറക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓരോ ദിവസവും പരിഷ്കരിച്ച് കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. ധർമ്മവും